ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മുതലേ തുടങ്ങിയാണ്. അപ്പോഴാണ് 2 ആഴ്ച മുന്നേ ഞാൻ ഓർഡർ ചെയ്ത ഒരു റോസ് പ്ലാന്റ് എനിക്ക് കൊറിയർ കിട്ടിയത്. ഈ പ്ലാന്റ് വാങ്ങണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാവരും വാങ്ങണാണ്ട് ഞാനും അങ്ങ് വാങ്ങിയാണ്. റോസാ ചെടി നട്ട് വളർത്താൻ തുടങ്ങിയപ്പോഴേ എൻ്റെ ഒരു ആഗ്രഹമാണ് പുതിയ പുതിയ വെറൈറ്റി റോസ് പ്ലാന്റ് വാങ്ങിച്ച് നടണമെന്ന്. പക്ഷേ ഒരിക്കലും എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു റോസായിരുന്നു അന്യ ഡൂപ്രി. ഇതൊരു ക്ലൈംബിംഗ് വെറൈറ്റിയാണ്. പിന്നെ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ്, ഒരു മഞ്ഞ കളറിലുള്ള പൂക്കളാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ വാങ്ങാൻ നേരത്ത് ഇതിന് 280 രൂപയായിരുന്നു. പിന്നെ കൊറിയർ ചാർജ് കൂടെ ഉണ്ടായിരുന്നു. DTDC വഴിയാണ് കിട്ടിയത്. അവരയച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് നല്ലൊരു ഹെൽത്തി പ്ലാന്റാണ് കിട്ടിയത്. പിന്നെ ഇതിൽ കുറച്ച് പഴുത്ത ഇലയും ചില ലീഫിലൊക്കെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട്. അതെല്ലാം ഞാൻ പറിച്ച് കളഞ്ഞിട്ടായിരിക്കും നടുന്നത്. അതുമല്ല, ഞാൻ നടാൻ നേരത്ത് മെജോറിറ്റി എല്ലാ ഇലകളും പറിച്ച് കളഞ്ഞിട്ടായിരിക്കും നടുന്നത്. പിന്നെ വല്ല വീക്ക് സ്റ്റെമ്മോ ചുള്ളിക്കമ്പ് പോലെ നിൽക്കുന്ന എല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞിട്ടായിരിക്കും പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പ്ലാന്റ് എല്ലാ എനർജിയും പുതിയ പുതിയ റൂട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ആ ചെടി നമുക്ക് വേഗം പിടിച്ച് കിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ ഈ പ്ലാന്റ് ഇന്ന് പോട്ട് ചെയ്യൂല, 2-3 ദിവസം കഴിഞ്ഞായിരിക്കും ഞാൻ ഇത് പോട്ട് ചെയ്യുന്നത്. അതുവരെ ഞാൻ ഇതൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചേക്കും. ഞാനിപ്പോൾ ഇതെൻ്റെ കാർ പോർച്ചിൽ വെച്ചേക്കുകയാണ്. അവിടെ ആകുമ്പോൾ ഇതിന് നല്ല അത്യാവശ്യം വെളിച്ചവും കാറ്റും എല്ലാം കിട്ടും. അപ്പോഴാണ് എൻ്റെ സുന്ദരി കൊക്കോ പീറ്റിൻ്റെ മുകളിൽ കിടന്നുറങ്ങണം. എവൾ ഇതിൽ കുരുത്തക്കേട് കാണിക്കുന്നത് വരെ ഇതെവിടെ സേഫായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചിഞ്ചു. രാവിലെ രാവിലെ വന്ന് ക്യൂട്ട്നെസ് കാണിച്ചുകൊണ്ടിരിക്കും. എവളെ കാരണം ഞാൻ 12 ഇഞ്ചക്ഷൻ വരെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്.